Hello my dear students, welcome to Learner's World. In this video I talk about Module 4 Speaking Skills, Part 4 Encouraging or Comforting. Encouraging or comforting. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കോൺവെർസേഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് എന്തോ ഒരു കാര്യത്തിന് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനെ ഒന്ന് കംഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ഏതൊക്കെ യൂസ്ഫുൾ എക്സ്പ്രഷൻസാണ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ കോൺവെർസേഷനിൽ. അതുപോലെ നമ്മളുടെ ഫ്രണ്ടിനെ അവനൊന്ന് ഡെസ്പായിരിക്കുന്ന സമയത്ത് അവനൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എക്സ്പ്രഷൻസാണ് നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ ലേണിംഗ് ടാസ്ക്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രീ ലേണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. യുവർ ക്ലാസ് ഹസ് അറേഞ്ച്ഡ് ആൻ എഡ്യൂക്കേഷണൽ ടൂർ ടു ഊട്ടി, but one of your close friend is unwilling to come along. Persuade him to come with you. Write down the conversation between you and him. അപ്പോൾ പ്രീ ലേണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ക്ലാസ് ടൂർ പോകാൻ, സ്റ്റഡി ടൂർ പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അതിന് അൺവില്ലിങ് ആകുന്നുണ്ട്. അപ്പോൾ അവനെ പെർസ്യൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവനെ ടൂറിന് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ അവനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യൂസ്ഫുൾ എക്സ്പ്രഷൻസാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷനാണ് തയ്യാറാക്കേണ്ടത്. ഇവിടുത്തെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എൻകറേജ് ചെയ്യുക. എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്ന ഏതൊക്കെ യൂസ്ഫുൾ എക്സ്പ്രഷൻസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എയിം. ഗുഡ് മോർണിംഗ് സനൂഫ് ഗുഡ് മോർണിംഗ്, വേർ വെർ യു യെസ്റ്റർഡേ. അപ്പോൾ സനൂഫ് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഐ വാസ് സിക്ക് ആൻഡ് സോ ഐ ഡിഡ് നോട്ട് കം ടു ദ കോളേജ്. എനിക്ക് ഇന്നലെ സുഖമില്ലായിരുന്നു, അതാണ് ഞാൻ കോളേജിലേക്ക് വരാതിരുന്നത്. ബൈ ദ വേ, വാട്ട് ആർ ദ തിങ്സ് യു ആർ ടേക്കിംഗ് വിത്ത് യു ഫോർ ദ ട്രിപ്പ് ടു ഊട്ടി? ഓക്കെ, അപ്പോൾ നീ ഊട്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നീ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്? അപ്പോൾ സനൂഫ് പറയുന്നുണ്ട്, സനൂഫ് ഐ എം നോട്ട് കമ്മിങ് ടു ഊട്ടി. ഞാൻ ഊട്ടിയിലേക്ക് വരുന്നില്ല. വാട്ട് ആർ യു സേയിങ് സനൂഫ്? വി ഓൾ ആർ ഗോയിങ് ആൻഡ് യു നോട്ട് കമ്മിങ്. നീ എന്താ പറയുന്നത്? ഞങ്ങളെല്ലാവരും പോകുന്നുണ്ടല്ലോ, പക്ഷെ നീ എന്താ വരാത്തത്? സനൂഫ് ഐ വിൽ സിംപ്ലി വേസ്റ്റ് എ വീക്ക്. ഞാനൊരു വീക്ക് നഷ്ടപ്പെടുത്താൻ, വേസ്റ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സനൂഫ് ഗോയിങ് ഫോർ ആൻ എഡ്യൂക്കേഷൻ ടൂർ ഈസ് നോട്ട് എ വേസ്റ്റ്. അപ്പോൾ ഞാൻ പറയാണ്, സനൂഫ് ഗോയിങ് ഫോർ ആൻ എഡ്യൂക്കേഷൻ ടൂർ ഈസ് നോട്ട് എ വേസ്റ്റ്. അതായത് ഒരു സ്റ്റഡി ടൂർ പോകുന്നത് ഒരു വേസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഹാവൻ യു ഹേർഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ? യു എക്സ്പീരിയൻസ് ന്യൂ തിങ്സ് ആൻഡ് ബൈ ദാറ്റ് യു ലേൺ മോർ ആൻഡ് യുവർ മെൻ്റൽ ഹൊറൈസൺ വിൽ എക്സ്പാൻഡ്. അപ്പോൾ നീ കേട്ടിട്ടുണ്ടോ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് അനുഭവമാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സനൂഫ് ഐ ഹേർഡ് ഊട്ടി ഈസ് വെരി കോൾഡ്. ഐ ഡോണ്ട് ലൈക്ക് കോൾഡ് ക്ലൈമറ്റ്സ്. അപ്പോൾ സനൂഫ് പറയുന്നുണ്ട്, ഊട്ടി ഭയങ്കര തണുപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കോൾഡ് ക്ലൈമറ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ദർ ഇസ് നോ പ്രോബ്ലം ദർ, യു ക്യാൻ ക്യാരി വാം ക്ലോത്തിങ്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ വാം ക്ലോത്തിങ് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സനൂഫ് ഇറ്റ് സീംസ് യു ഹാവ് ആൻ ആൻസർ ഫോർ എവറിത്തിങ്. ഓൾ റൈറ്റ്, സിൻസ് യു ഫോഴ്സ് മീ സോ മച്ച് ഐ വിൽ ഓൾസോ കം. അപ്പോൾ സനൂഫ് ലാസ്റ്റ് പറയുന്നുണ്ട്, നീ എല്ലാത്തിനും നിനക്ക് മറുപടി ഉണ്ട്, ഓക്കെ ഫൈനലി ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. That's good boy. Let's enjoy it together. I'm sure there is going to be much fun singing, dancing, campfire. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം. അവിടെ നമുക്ക് നല്ല ഫണ്ണായിട്ടിരിക്കണം, സിംഗിങ് ചെയ്യണം, ഡാൻസിങ് ചെയ്യണം, ക്യാമ്പ് ഫയർ ഒക്കെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. സനൂഫ് ഓക്കെ ഐ ആം കമ്മിങ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ, അതായത് ഒരു അൺവില്ലിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിനെ എങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് നമുക്കിതിൽ നിന്ന്, ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട്
ഒരു ആക്ടിവിറ്റി ഉണ്ട്. സ്കാൻ ത്രൂ ദ കോൺവെർസേഷൻ ആൻഡ് പിക്ക് അപ്പ് ദ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ആൻഡ് തിങ്ക് അബൌട്ട് ദ മോസ്റ്റ് സൂട്ടബിൾ മലയാളം ഇക്വിവാലൻസ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു യൂസ്ഫുൾ എക്സ്പ്രഷൻസിൻ്റെ മലയാളം, അതിനനുയോജ്യമായിട്ടുള്ള മലയാളം വേർഡ് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, റഹീം ഈസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ അറ്റ് എ പ്രൈവറ്റ് സ്കൂൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺവെർസേഷൻ സിറ്റുവേഷൻ, റഹീം ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ. ഹി മീറ്റ്സ് ഡോക്ടർ റിയ, ഹിസ് ഹെഡ് മിസ്ട്രസ്, അറ്റ് ഹെർ ഓഫീസ് ആൻഡ് ടോക്സ് അബൌട്ട് മീറ്റിംഗ് ദ മാനേജർ ഫോർ എ റൈസ്. അപ്പോൾ അതായത് ആ ഒരു റഹീമിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഡോക്ടർ റിയയുമായിട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷനാണ് തയ്യാറാക്കാനുള്ളത്. ഓക്കെ, റഹീം: ഗുഡ് മോർണിംഗ് മാം. ഹെഡ് മിസ്ട്രസ്: ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഡൂയിങ് റഹീം? റഹീം: ഐ ആം ഫൈൻ മാം. ഐ ആം തിങ്കിങ് ഓഫ് ടോക്കിംഗ് ടു ദ മാനേജർ അബൌട്ട് എ റൈസ് ഇൻ മൈ പേ. ഹെഡ് മിസ്ട്രസ്: ഗോ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് certainly worth a try. Rahim: but do you think I stand a chance? Headmistress: you stand as good a chance as anyone. I believe the manager will positively consider your request. Rahim: I am scared. I know it is not easy to convince him. Headmistress: come on Rahim, just do the best you can. What have you got to lose? Rahim: I don't want to do the wrong thing and lose my job. What if my words are misunderstood? Then Headmistress: don't be so negative. Just give it your best shot. Rahim: maybe it's not even worth it, ma'am. Headmistress: you never know until you try it, Rahim. It could be a piece of cake. Rahim: oh, here he comes. Headmistress: it's now or never, Rahim. Don't think it's a big deal. Rahim: thank you for your inspiring words. I will definitely speak to him. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺവെർസേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് റഹീമും ഹെഡ് മിസ്ട്രസ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ റഹീമിൻ്റെ സാലറിയിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ, ഒരു ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് റഹീം ഹെഡ് മിസ്റ്ററുമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത എക്സ്പ്രഷൻ്റെ മീനിങ്, മലയാളം മീനിങ് എന്താണ് എന്നുള്ളത്, മലയാളത്തിൽ ആ ഒരു വേർഡ് എങ്ങനെ, എക്സ്പ്രഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഹൗ ആർ യു ഡൂയിങ് എന്നുള്ളതൊരു എക്സ്പ്രഷനാണ്. അതിൻ്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് സുഖമല്ലേ എന്നുള്ളതാണ്. ദെൻ ഗോ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് സെർട്ടൻലി വർത്ത് എ ട്രൈ. ഇറ്റ് ഈസ് അനദർ എക്സ്പ്രഷൻ, യൂസ്ഫുൾ എക്സ്പ്രഷൻ. ഇതിൻ്റെ മീനിങ് നിങ്ങൾ അത് ചെയ്യണം, അതിനു വേണ്ടി തീർച്ചയായും പരിശ്രമിക്കണം എന്നുള്ളത്. ഗോ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് സെർട്ടൻലി വർത്ത് എ ട്രൈ. ഗോ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് സെർട്ടൻലി വർത്ത് എ ട്രൈ. നിങ്ങൾ എന്തായാലും അത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അനദർ എക്സ്പ്രഷൻ ഈസ് ഡു യു തിങ്ക് ഐ സ്റ്റാൻഡ് എ ചാൻസ്. ഡു യു തിങ്ക് ഐ സ്റ്റാൻഡ് എ ചാൻസ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഡു യു തിങ്ക് ഐ സ്റ്റാൻഡ് എ ചാൻസ്. ഓക്കെ, ദെൻ അനദർ എക്സ്പ്രഷൻ ഈസ് ജസ്റ്റ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. വാട്ട് ഹാവ് യു ഗോട്ട് ടു ലോസ്. അപ്പോൾ ജസ്റ്റ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങളാലാവുന്നതൊക്കെ പരിശ്രമിക്കുക. ജസ്റ്റ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ എന്നുള്ള എക്സ്പ്രഷൻ്റെ മീനിങ്. ഓക്കെ, ദെൻ വാട്ട് ഹാവ് യു ഗോട്ട് ടു ലോസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാണ് എന്നുള്ളതാണ് വാട്ട് ഹാവ് യു ഗോട്ട് ടു ലോസ്. ജസ്റ്റ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, അതായത് നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാം. വാട്ട് ഹാവ് യു ഗോട്ട് ടു ലോസ്, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്താണ് എന്നുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അനദർ എക്സ്പ്രഷൻ ഈസ്
ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. ഓക്കെ. ദെൻ അനദർ എക്സ്പ്രഷൻ ഈസ് ഇറ്റ് കുഡ് ബി എ പീസ് ഓഫ് കേക്ക്. ഇറ്റ് കുഡ് ബി എ പീസ് ഓഫ് കേക്ക്. ഇതൊരു എക്സ്പ്രഷനാണ്. ഇത് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് അതൊരു മഹാഭാഗ്യമായിരിക്കും എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then another expression is it's now or never. It's now or never. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. Then don't think it's a big deal. Don't think it's a big deal. അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഡീൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ആ ഒരു യൂസ്ഫുൾ എക്സ്പ്രഷൻസിൻ്റെ മീനിങ് ആണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ദെൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സ്പ്രഷൻസ്, അതായത് നമ്മൾ എൻകറേജ് ചെയ്യുന്നതിലും കംഫർട്ട് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യാനുണ്ട്. ഓക്കെ. എൻകറേജ് ചെയ്യാനും കംഫർട്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഐ എം ഷുവർ യു വുഡ് ഓവർകം ഇറ്റ് ഇൻ നോ ടൈം. ഇതൊരു യൂസ്ഫുൾ എക്സ്പ്രഷൻ ആണെന്ന് പറയുന്നത്, അതായത് എനിക്ക് ഉറപ്പുണ്ട് നീ ഇതിന്ന് ഓവർകം ചെയ്യും എന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് യു ആർ കമ്മിങ് എലോങ് വെൽ. And third one is keep up the good work. And fourth one is that's a good effort. And fifth one is that's a real improvement. And sixth one is you are on the right track. And seventh one is keep going. And eighth one is come on, you can do it. അപ്പോൾ ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ്. ഓക്കെ. ദെൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ബോക്സ്, അതായത് ഈ ഒരു എക്സ്പ്രഷൻസ് എൻകറേജ് ചെയ്യാനും കംഫർട്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. Try encouraging or comforting a friend who has the following worries. You may use expressions from the box. ഇത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതായത് നമ്മളുടെ ഒരു ഫ്രണ്ട് ചില കാര്യങ്ങളിൽ അവന് വെറീഡാണ്. അപ്പോൾ അവനൊന്ന് എൻകറേജ് ചെയ്യും വേണം, അവനൊന്ന് കംഫർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന് ആൻസർ ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് എ ഫ്രണ്ട് whose father is in the hospital. അതായത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഫാദർ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് നമ്മൾ അവനെ ഒന്ന് എന്ത് ചെയ്യണം, കംഫർട്ട് ചെയ്യിക്കണം, അല്ലെ, അവനൊന്ന് സമാധാനിപ്പിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അവനോട്? അപ്പോൾ അവനോട് പറയുന്ന എക്സ്പ്രഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് വെറി, ഹി വിൽ ബി ഓൾ റൈറ്റ് വെരി സൂൺ. സച്ച് പ്രോബ്ലംസ് ആർ കോമൺ വിത്ത് പേഴ്സൺസ് ഓഫ് യുവർ ഫാദേഴ്സ് ഏജ്. അപ്പം നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ പറയണം ഡോണ്ട് വെറി, സാരമില്ല, ഹി വിൽ ബി ഓൾ റൈറ്റ് വെരി സൂൺ, ഫാദറിനൊക്കെ സുഖമാകും. സച്ച് പ്രോബ്ലംസ് ആർ കോമൺ വിത്ത് പേഴ്സൺസ് ഓഫ് യുവർ ഫാദേഴ്സ് ഏജ്. അത് സാധാരണ ഉള്ളതാണ്, നിൻ്റെ ഫാദറിൻ്റെ ആ ഒരു ഏജിലുള്ള എല്ലാവർക്കും വരുന്നത് തന്നെയാണ് നിൻ്റെ ഫാദറിനും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ കംഫേർട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ. നെക്സ്റ്റ്, എ ഫ്രണ്ട് ഹു ഹാസ് ലോസ്റ്റ് യുവർ ജോബ്. അപ്പം നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അവളൊന്ന് എന്ത് ചെയ്യണം, അവളൊന്ന് കംഫർട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ നോ യു ആർ സാഡ് ബട്ട് നോ നീഡ് ടു ഫീൽ ഡിപ്രസ്ഡ്. വിത്ത് യുവർ ക്വാളിഫിക്കേഷൻസ് യു വിൽ ഈസിലി ഗെറ്റ് അനദർ ജോബ്, ഈവൻ എ ബെറ്റർ ജോബ്. അപ്പോൾ നമ്മൾ പറയാം അവളോട് എന്ത്, ഐ നോ യു ആർ സാഡ്, എനിക്കറിയാം നീ കുറച്ച് സങ്കടത്തിലാണ്, ബട്ട് നോ നീഡ് ടു ഫീൽ ഡിപ്രസ്ഡ്, നീ ഇങ്ങനെ ഡിപ്രസ് ആവൊന്നും വേണ്ട. വിത്ത് യുവർ ക്വാളിഫിക്കേഷൻസ് യു വിൽ ഈസിലി ഗെറ്റ് അനദർ ജോബ്. നിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിനക്ക് എന്തായാലും നല്ലൊരു ജോബ് കിട്ടും, ഈവൻ എ ബെറ്റർ ജോബ്, ഇതിനേക്കാളും നല്ലൊരു ജോബ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംഫേർട്ട് ആയിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ
എ ഫ്രണ്ട് ഹു ഇസ് ഹാവിങ് ഫാമിലി ഇഷ്യൂസ്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരുപാട് ഫാമിലി ഇഷ്യൂസിൽ ഇങ്ങനെ അവൻ ഇരിക്കുകയാണ് അവന്. അപ്പം നമ്മളങ്ങനെ അവനെ കംഫർട്ട് ചെയ്യിപ്പിക്കുന്നത്, അവനെ എൻകറേജ് ചെയ്യിപ്പിക്കുകയും വേണം. അവന് കംഫർട്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ അവനെ എൻകറേജ് ചെയ്യിപ്പിക്കുകയും വേണം. അതായത് അവന് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ പറയും? ഡോണ്ട് വെറി മാൻ, യു ആർ നോട്ട് ദ ഓൺലി വൺ വിത്ത് പ്രോബ്ലംസ് ഇൻ ദ ഫാമിലി. ഐ എം ഷുവർ യു വിൽ ഓവർകം ഇറ്റ് ഇൻ നോ ടൈം. ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഷിയർ അപ്പ്. അപ്പം നമ്മൾ ഒരേ സമയം അവനെ എന്ത് ചെയ്യുന്നു? കംഫർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോണ്ട് വെറി മാൻ, നീ വിഷമിക്കൊന്നും വേണ്ട. യു ആർ നോട്ട് ദ ഓൺലി വൺ വിത്ത് പ്രോബ്ലംസ് ഇൻ ദ ഫാമിലി. നീ മാത്രമല്ല ഈ ലോകത്ത് ഫാമിലി പ്രോബ്ലംസ് ഉള്ളത്. ഐ എം ഷുവർ യു വിൽ ഓവർകം ഇറ്റ് ഇൻ നോ ടൈം. എനിക്ക് ഉറപ്പുണ്ട് നീ ഇതിന് എന്തായാലും ഓവർകം ആവും. ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഷിയർ അപ്പ്. നീ എന്ത് ചെയ്യണം? നീ ശുഭാപ്തി വിശ്വാസത്തിലിരിക്കണം, അതുപോലെ നല്ല സന്തോഷത്തിലിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എ ഫ്രണ്ട് വോയിസ് പ്രിപ്പയറിങ് ഫോർ IAS എക്സാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് IAS എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവനൊന്ന് എൻകറേജ് ചെയ്യിപ്പിക്കണം. എങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കും? യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ അവനെ എൻകറേജ് ചെയ്യിക്കുന്നത്. അതായത് നീ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. ഐ എം ഷുവർ യു വിൽ മേക്ക് ഇറ്റ്. അപ്പം എന്താണ്? അപ്പോൾ അവനെ ഒരു എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ്. നീ ചെയ്യുന്നത് നല്ലൊരു ജോബാണ്, അപ്പോൾ നീ ഇതുമായിട്ട് മുന്നോട്ട് പോവുക, നിനക്ക് എന്തായാലും ഇതിൽ വിൻ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പോസ്റ്റ് ലേണിംഗ് ടാസ്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റ് ലേണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. Asha and Rama are classmates, but Asha is very shy and hesitant to participate in classroom activities. Prepare a conversation between them in which Rama persuades Asha to be active. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് ഒരു പോസ്റ്റ് ലേണിംഗ് ടാസ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആശയും രമയും ക്ലാസ്മേറ്റ്സ് ആണ്. ആശ ഭയങ്കര ഷൈ ആണ്, അവൾ കുറച്ച് നാണമൊക്കെ ഉള്ള ആളാണ്. അവൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല, അവൾക്ക് നാണം കൊണ്ട്. അപ്പോൾ ആശയും രമയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ തയ്യാറാക്കാനുള്ളത്. രമ ആശയെ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് അവളെ ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, രമ, ഗുഡ് മോർണിംഗ്. ആശ, ഗുഡ് മോർണിംഗ്. രമ, വൈ ഡു യു സോ ലുക്ക് സാഡ്? എന്തെന്ന് എനിക്ക് നിൻ്റെ മുഖത്ത് ഇത്ര ഒരു സാഡ്? ആശ, ഐ എം നോട്ട് സാഡ്. ഹു ടോൾഡ് യു ഐ എം സാഡ്? എനിക്ക് സങ്കടമൊന്നുമില്ല. ഇനി ആര് പറഞ്ഞു ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്നുള്ളത്? രമ, വെൽ ദർ ഇസ് നോ സ്മൈൽ ഓൺ യുവർ ലിപ്സ്. ഓക്കെ, പക്ഷെ നിൻ്റെ മുഖത്തൊരു ചിരിയില്ലല്ലോ. യുവർ ഫേസ് ഡസ് ലുക്ക് ബ്രൈറ്റ്, വൈ ഡോണ്ട് യു? സാധാരണ നിൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, പക്ഷേ ഇന്നത് കാണുന്നില്ല. ബിക്കം മോർ ആക്റ്റീവ് ഇൻ ദ ക്ലാസ്. വൈ ഡോണ്ട് യു ബിക്കം മോർ ആക്റ്റീവ് ഇൻ ദ ക്ലാസ്? എന്തുകൊണ്ടാണ് നീ ക്ലാസ്സിലൊന്നും ആക്റ്റീവ് അല്ലാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ആശ പറയാണ്, ഐ എം എ ബിറ്റ് ഷൈ. ഐ ഫീൽ ടങ് ടൈഡ് എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ്. എനിക്ക് കുറച്ച് നാണമൊക്കെ ഉള്ള ആളാണ്. എനിക്ക് എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേന് എൻ്റെ നാവ് എന്ത് ചെയ്യും? കെട്ടിയിട്ട പോലെയാണ്. എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ്. ഒരു ക്രൗഡിന് മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. രമ, you have to overcome that problem. You have to open your mouth and speak out. This is the time of women empowerment. If we don't speak for ourselves, we will speak for us. അതായത് രമ അവളെ എൻകറേജ് ചെയ്യുകയാണ്. എങ്ങനെ? യു ഹാവ് ടു ഓവർകം ദാറ്റ് പ്രോബ്ലം. നിനക്ക് എന്തായാലും അതിൽ നിന്ന് മോചനം കിട്ടും, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയും. യു ഹാവ് ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് ഔട്ട്. നീ എന്ത് ചെയ്യണം? നിൻ്റെ വായ തുറന്നിട്ട് ലൗഡായിട്ടാണ് സംസാരിക്കുക. ദിസ് ഈസ് ദ ടൈം ഓഫ് വുമൺ എംപവർമെൻറ്റ്. ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒക്കെ ഒരു കാലമാണ്. ഇഫ് യു ഡോണ്ട് സ്പീക്ക് ഫോർ അവർ സെൽസ്, വി വിൽ സ്പീക്ക് ഫോർ അസ്. അതായത് നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നമുക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് രമ ആശയെ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആശ, യു ക്യാൻ സേ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ആശ പറയാണ്, നിനക്കിതൊക്കെ പറയാം. ബട്ട് ഐ ഫീൽ ക്വൈറ്റ് എംബ്രസ്ഡ് ടു സ്പീക്ക് ബിഫോർ അതേഴ്സ്. പക്ഷേ ഞാൻ ഒരു ക്രൗഡിന് മുമ്പിൽ സംസാരിക്കാൻ വരുമ്പോഴേക്കും എനിക്ക് ആകെ പേടി തോന്നുകയാണ്.
രമ യു ക്യാൻ ഡെവലപ്പ് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ രമ പറയുകയാണ് നീ എന്ത് ചെയ്യണം, സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. യു ക്യാൻ ഇവൻ പ്രാക്ടീസ് സ്പീക്കിംഗ് വെൻ യു ആർ എലോൺ. നീ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക. അതായത് നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, സ്പീക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇമാജിൻ ദ റൂം ഈസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് ഓൺ സം ഇഷ്യൂ. സ്ലോലി യു ബിൽഡ് കോൺഫിഡൻസ്. അതായത് നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ റൂമിൽ ഇരുന്നിട്ട് നീ എന്ത് ചെയ്യുക, സ്പീക്ക് ചെയ്യുക. ആ സമയത്ത് നീ ഇമാജിൻ ചെയ്യുക നിൻ്റെ റൂമിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ട് നീ എന്ത് ചെയ്യുക, ടോക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് രമ നമ്മുടെ ആശയം എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഓക്കെ ആശ, ഓക്കെ ഐ വിൽ ട്രൈ. രമ ഓക്കെ. Okay, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.